മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഫംഗ്ഷൻ പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ പല ആളുകളും പല കമൻറ്റുകളും നേരിട്ടും എന്നെ അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു. രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്ന നിർദ്ദേശമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു 100ഓളം ഫംഗ്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ്. അപ്പോൾ അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഓരോ പാർട്ടിലും നമ്മൾ 5ഓ 6ഓ ഫംഗ്ഷൻസിനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് വ്യക്തമായി ചെയ്തു നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾക്ക് അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് രണ്ടാം ഭാഗത്തേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ ലോവർ ഫംഗ്ഷനെ കുറിച്ചാണ് ആദ്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ലോവർ ഫംഗ്ഷൻ? ലോവർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഓൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ഇൻ ടു എ ടെക്സ്റ്റ് സ്ട്രിങ് ടു ലോവർ കേസ്. അല്ലേ, അതായത് നമ്മളൊരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് അപ്പർ കേസിലുള്ള ലെറ്റേഴ്സിനെല്ലാം സ്മോൾ ലെറ്റേഴ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലോവർ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. നോക്കൂ, ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ്. സിൻടാക്സിൽ പറയുന്നു നമ്മൾ ലോവർ ടെക്സ്റ്റ് ഓർ സെല്ല്. അപ്പോൾ നമുക്ക് ലോവർ കേസിലേക്ക് മാറ്റേണ്ട ടെക്സ്റ്റിനെ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെല്ലിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ നോക്കും. ഇവിടെ നമുക്ക് നെയിം അനിൽ, രാജീവ്, കുമാർ, ഇങ്ങനെ കുറേ ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഈ നെയിം എന്നുള്ളത് തന്നെ സ്മോൾ ലെറ്റർ ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈക്വൽ, ദെൻ ലോവർ ഫംഗ്ഷൻ കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ഏത് സെല്ലിലെ ടെക്സ്റ്റിനെയാണോ നമുക്ക് ലോവർ കേസ് ആക്കേണ്ടത് ആ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, C6 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. നോക്കൂ, നെയിം എന്ന് പറയുന്ന ഈ സെല്ലിലെ വാല്യൂ സ്മോൾ ലെറ്റർ നെയിമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഈ സെല്ലിലെ വാല്യൂ ഒക്കെ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെയുള്ള ഈ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കൂ, നമുക്ക് ഇവിടെയുള്ള എല്ലാ ടെക്സ്റ്റുകളെയും സ്മോൾ ലെറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ലോവർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഈ ടെക്സ്റ്റിനെ ഇപ്പം നമ്മൾ ഒരു പേരിനെ മാത്രമേ ലോവർ കേസ് ആക്കിയിട്ടുള്ളൂ അല്ലേ. നമുക്കൊരു സെൻറ്റൻസിന് മൊത്തം നമുക്ക് ലോവർ കേസിലേക്ക് മാറ്റാം. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചു നോക്കൂ. ലോവർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞിട്ട് അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടെക്സ്റ്റിന് മൊത്തം നമുക്ക് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. ഈക്വൽ ലോവർ, ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. നോക്കൂ, എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. കണ്ടോ, ഇവിടെയുള്ള ഈ ടെക്സ്റ്റിൽ ലോവർ എന്ന് പറയുന്ന വേർഡ് ക്യാപിറ്റലായിരുന്നു, ഒക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇതേപോലെ നമുക്ക് ഡയറക്റ്റ് സ്ട്രിങ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോവർ ഫംഗ്ഷനെ ഉപയോഗിക്കാം. നോക്കൂ, നമ്മൾക്ക് ഈക്വൽ ലോവർ ശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡബിൾ കൊട്ടേഷനിൽ നോക്കൂ, ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ പറയുന്നു മോർ ആൻഡ് വ്യൂസ്. നമ്മൾ ഈ വേർഡിന് മൊത്തം ഡബിൾ കൊട്ടേഷനിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ അടിച്ചു നോക്കൂ, എല്ലാ ലെറ്റേഴ്സും മോർ ആൻഡ് വ്യൂസിൻ്റെ എല്ലാ ലെറ്റേഴ്സും എന്തായിട്ട് മാറിയിട്ടുണ്ട്? സ്മോൾ ലെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 രൂപത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ലുള്ള വാല്യൂവിനെ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വലിയ സെൻറ്റൻസുകളായിക്കോട്ടെ, പാരഗ്രാഫുകളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലോവർ കേസിലേക്ക് മാറ്റാൻ സാധിക്കും. മനസ്സിലായല്ലോ? നമുക്കിനി അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്തതായി നമ്മൾ അപ്പർ ഫംഗ്ഷനാണ്. നേരത്തെ നമ്മൾ പഠിച്ച ലോവർ ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. എന്താണ്? അപ്പർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഓൾ ലോവർ കേസ് ലെറ്റേഴ്സ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിങ് ടു അപ്പർ കേസ്. ലോവർ കേസിലുള്ള ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ കേസായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ലോവർ കേസ് പഠിച്ചതുകൊണ്ട് വളരെ സിമ്പിളായിരിക്കും. ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്. അപ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സെല്ല് കൊടുക്കാം.
ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നെയിം, അതുപോലെ തന്നെ കുറേ ആളുകളുടെ പേരുണ്ട് അവിടെ കാണിക്കുന്നു അല്ലേ. നമുക്ക് അതിന് എന്ത് ചെയ്യണം, ഈ സെല്ലുകളിൽ നമുക്ക് അതിനെ അപ്പറാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ അപ്പർ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതിന് ശേഷം നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ C6 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഫംഗ്ഷൻ ക്ലോസ്, എൻ്റർ അടിച്ചോളൂ. നോക്കൂ, നെയിം എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിലുണ്ടായിരുന്ന ടെക്സ്റ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി താഴത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കൂ, വളരെ ഈസി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. നോക്കൂ, നമുക്ക് ഈക്വൽ അപ്പർ ദെൻ ഡബിൾ കൊട്ടേഷനിലെ സ്മോൾ ലെറ്ററിൽ നോക്കൂ, നമ്മൾ മോർ ആൻഡ് വ്യൂസ് എന്ന് ഡബിൾ കൊട്ടേഷനിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ നോക്കൂ, മോർ ആൻഡ് വ്യൂസ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സെൻറ്റൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, അപ്പർ കേസിലേക്ക് മാറ്റാൻ സാധിക്കും. നോക്കൂ, ഈക്വൽ അപ്പർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ദെൻ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, C13 ദെൻ ഫംഗ്ഷൻ ക്ലോസ്, എൻ്റർ അടിച്ചോളൂ. നോക്കൂ, നമ്മുടെ ആ ടെക്സ്റ്റ് മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് കാണുന്നില്ല, നമുക്കതൊന്ന് ഇത്തിരി കൂടെ വലുതാക്കാം, എന്നാലും കാണുന്നില്ല. ഓക്കെ, നമുക്കത് ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. നോക്കൂ, നമ്മൾ ഈ സ്മോൾ ലെറ്ററിൽ ഉണ്ടായിരുന്ന സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ മിക്സ് ആയിട്ട് വന്നിരുന്ന ഒരു ടെക്സ്റ്റ് ആയിരുന്നു. അതിന് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പർ ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ പ്രോപ്പർ ഫംഗ്ഷൻ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രോപ്പർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ proper function is used to convert text into proper case where the first letter of each word is capitalized and all other letters are in lower case. നമുക്കറിയാം പ്രോപ്പർ കേസ് എന്താണെന്നുള്ളത് അല്ലേ. അതായത് നമ്മളൊരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കി വരുന്ന ലെറ്റേഴ്സൊക്കെ സ്മോൾ ലെറ്ററും. ഇതാണ് പ്രോപ്പർ കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെൻറ്റൻസിനെയും ഇതുപോലെ പ്രോപ്പർ കേസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ സിൻടാക്സ് വരുന്നത് പ്രോപ്പർ ഡബിൾ കൊട്ടേഷനിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ ആ സെല്ലിലെ വാല്യൂവിനായിരിക്കും പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. നമ്മൾ എക്സൽ ഫങ്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കുക, എല്ലാ സ്മോൾ ലെറ്റേഴ്സാണ് അല്ലേ. ഇവിടെ രണ്ട് വേർഡുണ്ട്, എക്സൽ എന്ന് പറഞ്ഞിട്ടൊരു വേർഡുണ്ട്, ഫങ്ഷൻസ് എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ഇതിനെ നമ്മൾ പ്രോപ്പർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ഈക്വൽ നമ്മൾ പറഞ്ഞു പ്രോപ്പർ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഞാനൊന്ന് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യട്ടെ. ഈക്വൽ പ്രോപ്പർ ഫംഗ്ഷൻ ഓപ്പൺ, അതിനുശേഷം നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ക്ലോസ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇതിൽ സ്മോൾ ലെറ്റർ ആയിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ പേര് യൂസ് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ E7 ഈ സെല്ലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ദെൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. നോക്കൂ, എക്സൽ ഫംഗ്ഷൻ ഇവിടെ സ്മോൾ ലെറ്ററിൽ വന്നിരുന്നത് എക്സലിൻ്റെ E ക്യാപിറ്റൽ, ഫംഗ്ഷൻ്റെ F ക്യാപിറ്റൽ. ഇതാണ് പ്രോപ്പർ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ പേരുകളൊക്കെ നോക്കും. ഇവിടെ അനിൽകുമാർ, ഹമീദ്, ഇങ്ങനെ കുറച്ച് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പേരൊക്കെ എഴുതുമ്പോൾ രണ്ട് വേർഡ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിമിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ, ലാസ്റ്റ് നെയിമിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ, അങ്ങനെയാണ് ശരിക്കും എഴുതുക അല്ലേ. ഇവിടെ എല്ലാ സ്മോൾ ലെറ്റർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനെല്ലാം മാറ്റാം. ഓക്കെ, പ്രോപ്പർ, അതിനുശേഷം ഫംഗ്ഷൻ ഓപ്പൺ, ദെൻ സെല്ല് സെലക്ട് ചെയ്യാം, ദെൻ ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ അടിച്ചോളൂ. നോക്കൂ, അനിൽ കുമാർ, അനിലിൻ്റെ A ക്യാപിറ്റൽ, കുമാറിൻ്റെ K ക്യാപിറ്റൽ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ പാരഗ്രാഫിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ പ്രോപ്പർ കേസാക്കി മാറ്റണം. ഇവിടെ നോക്കൂ, ഓരോ വേർഡും ശ്രദ്ധിക്കൂ, ടെക്സ്റ്റിൻ്റെ എല്ലാ ലെറ്റേഴ്സും ഇവിടെ ഇവിടെ എല്ലാ ലെറ്റേഴ്സും നോക്കൂ സ്മോൾ ലെറ്റർ ആണ്. ഓരോ വേർഡിൻ്റെ മാത്രമല്ല, ഇതിലുള്ള ഈ പാരഗ്രാഫ് മൊത്തം സ്മോൾ ലെറ്റർ ആണ് അല്ലേ. ഇതിന് നമ്മൾ പ്രോപ്പർ കേസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് മാറും. നോക്കാം,
പ്രോപ്പർ, അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ സെല്ലിൻ്റെ പേര് പറയാം, ക്ലോസിംഗ് ബ്രാക്കറ്റ്, എൻ്റർ. നോക്കൂ, ഓരോ വേർഡും ശ്രദ്ധിച്ചു നോക്കൂ. ടെക്സ്റ്റിൻ്റെ ടി ക്യാപിറ്റൽ, ഇൻറ്റുവിൻ്റെ ഐ ക്യാപിറ്റൽ, പ്രോപ്പറിൻ്റെ പി ക്യാപിറ്റൽ, ഇങ്ങനെ ഓരോ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതാണ് പ്രോപ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പാരഗ്രാഫ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എടുക്കാം, എന്തെടുത്താലും അതിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കി വരുന്ന ലെറ്റേഴ്സൊക്കെ സ്മോൾ ലെറ്റേഴ്സ്. അതാണ് പ്രോപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലോവർ, അപ്പർ, പ്രോപ്പർ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട 3 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡേറ്റ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, ഡേറ്റും ടൈമും ബന്ധപ്പെട്ട ഏതാനും ഫങ്ഷൻസ്. ഓക്കെ, അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് നൗ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്, നൗ ഫങ്ഷൻ. ഓക്കെ, നമുക്ക് നൗ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. നൗ ഫങ്ഷൻ റിട്ടേൺസ് ദ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ബേസ്ഡ് ഓൺ ദ സിസ്റ്റം ക്ലോക്ക്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്ലോക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സമയവും അതുപോലെ ഡേറ്റും റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് നൗ ഫങ്ഷൻ. ഇപ്പോഴത്തെ, അതായത് നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ എന്താണ് ഡേറ്റ്, എന്താണ് ടൈം, അത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് അല്ലേ, ആ ക്ലോക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇൻസേർട്ട് ചെയ്തു തരും. എന്തൊക്കെയാണ്? കറൻറ്റ്, ഡേറ്റും ടൈമും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെരി സിമ്പിളാണ്, സിൻടാക്സ് ഇത്രയേ ഉള്ളൂ, നൗ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. നോക്കൂ, ഈക്വൽ നൗ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് നൗ ഫങ്ഷൻ. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. നമ്മൾക്ക് ഇപ്പോഴത്തെ ഡേറ്റും അതുപോലെ ടൈമും കിട്ടിയിട്ടുണ്ട്. 18/11/2024 14:00 കറക്റ്റ് 2 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ 2 മണിന്ന് കാണിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഡൈനാമിക് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡൈനാമിക് ഡേറ്റ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്കിലെ സമയവും ഡേറ്റും മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ടൈമും അതുപോലെ ഡേറ്റും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഡൈനാമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നൗ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നൗ എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുത്തു, ഇന്നത്തെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ് കിട്ടി, അപ്പോൾ നാളെ വന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ നാളത്തെ ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതാണ്, ഇതൊരു ഡൈനാമിക് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ടൈമിനെ മാത്രം ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാം. അതായത് നമുക്ക് ഇതൊന്ന് സ്റ്റാറ്റിക് ടൈം കിട്ടണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളൊരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക്. എന്താണ് ഷോർട്ട് കട്ട്? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് കോളൻ. കൺട്രോൾ ഷിഫ്റ്റ് കോളൻ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്റ്റാറ്റിക് ടൈം കിട്ടും. നോക്കൂ, കൺട്രോൾ ഷിഫ്റ്റ് കോളം. നോക്കൂ, നമുക്ക് 2:02 PM എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2:02 PM കേട്ടോ. നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ 2 മണിയായിരുന്നു അല്ലേ, ഇപ്പം എത്ര ആയിട്ടുണ്ട്? 2:02 PM ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡേറ്റും ടൈമും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ സ്റ്റാറ്റിക് ടൈമിൻ്റെ പ്രത്യേകത എന്താ? ആ ടൈം മാറില്ല. ഇത് സാധാരണ ഒരു ടെക്സ്റ്റാണ്. നോക്കൂ ഇവിടെ കണ്ടോ, നമുക്ക് ഒരു എക്സ്പ്രഷൻ ടെക്സ്റ്റ് മാത്രമാണ് 2:02 PM കണ്ടോ. പക്ഷേ ഇത് സെലക്ട് ചെയ്താലോ, നൗ ഫങ്ഷൻ. അപ്പോൾ ഡൈനാമിക് ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ പ്രത്യേകത സ്റ്റാറ്റിക് ടൈമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ. സ്റ്റാറ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യില്ല, അത് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഡൈനാമിക് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ടൈം മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റാറ്റിക് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കൺട്രോൾ ഷിഫ്റ്റ് കോളൻ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് കോളൻ. അത് പ്ലസ് എന്നുള്ള സിമ്പിൾ കൊടുക്കണ്ട, കൺട്രോൾ നീക്കി പിടിക്കുക, അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം കോളൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ടൈം കിട്ടും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് ടുഡേ ഫങ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടുഡേ ഫങ്ഷൻ ഉപയോഗിക്കുന്നത് കറൻറ്റ് ഡേറ്റ് മാത്രം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നേരത്തെ നമ്മൾ നൗ ഫംഗ്ഷൻ ആകുമ്പോൾ കറൻറ്റ് ഡേറ്റും ടൈമും ഉണ്ടായിരുന്നു. പക്ഷേ ടുഡേ ഫംഗ്ഷൻ ആണെങ്കിലോ നമുക്ക് കറൻറ്റ് ഡേറ്റ് മാത്രമായിരിക്കും ലഭ്യമാവുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം? സിൻടാക്സ് ഇങ്ങനെയാണ് ടുഡേ ഫംഗ്ഷൻ. വെരി സിമ്പിൾ. നോക്കൂ, നമുക്ക് ഇന്നത്തെ ഡേറ്റ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടുഡേ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? എൻ്റർ കീ പ്രസ് ചെയ്യാം. നോക്കൂ, 18/11/2024 ഇന്നത്തെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ നമുക്ക് ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? നാളെ ഇത് ഡൈനാമിക് ഡേറ്റ് ആണ്. അപ്പോൾ ഡൈനാമിക് ഡേറ്റിന്റെ പ്രത്യേകത എന്താ? നാളെ വരുന്ന സമയത്ത് ഇത് 18 എന്നുള്ളത് 19 ആവും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം ക്ലോക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ നമുക്ക് സ്റ്റാറ്റിക് ഡേറ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. കൺട്രോൾ ഹോൾഡ് ചെയ്തതിന് ശേഷം സെമി കോളൻ എന്ന കീ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെമി കോളൻ. നോക്കൂ, നമുക്ക് ഇവിടെ സ്റ്റാറ്റിക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 18/11/2024. ഇനി ഇവിടെ നാളെ മറ്റന്നാളോ എന്ന് വന്ന് നോക്കിയാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇതേ ഡേറ്റ് ആയിരിക്കും. പക്ഷേ ഡൈനാമിക് ഡേറ്റ് ആണെങ്കിലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം ക്ലോക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫോർമുല ബാറിൽ നോക്കൂ ഉണ്ട് ടുഡേ ഫംഗ്ഷൻ. പക്ഷേ ഇത് സെലക്ട് ചെയ്യുമ്പോഴോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ 18/11/2024 എന്നേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഡേറ്റ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ 18/11/2024 എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെല്ലിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് നമ്മൾ ഇവിടെ ഈ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെല്ല് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പല ഫോർമാറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് നോക്കൂ മോർ നമ്പർ ഫോർമാറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഡേറ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്, പക്ഷേ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 18/11/2024 എന്നുള്ളതിന് പകരം 18 നവംബർ 2024 എന്നാണ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? കസ്റ്റം എടുക്കാം. കസ്റ്റം എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കൂ, കസ്റ്റമത്തിൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് DDMMYYY എന്നാണ് അല്ലേ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ പറയുക DD മന്ത് നമുക്ക് നവംബറിന് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4M കൊടുക്കാം. ഓക്കെ, അതിനുശേഷം YYYY 2024 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇപ്പോൾ സാമ്പിൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് 18 നവംബർ 2024. കണ്ടോ, ഇങ്ങനെ മതി അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? താഴെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഓക്കെ എന്ന് പറയാം. നോക്കാം, അപ്പോൾ നമുക്ക് ഡേറ്റിൻ്റെ ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. 18 നവംബർ 2024. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കസ്റ്റം ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റം വിളിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ടുഡേ ഫംഗ്ഷനും നൗ ഫംഗ്ഷനും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷനിലേക്ക് പോവാം. ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് സം ഇഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. എന്താണ് ആ ഫംഗ്ഷൻ്റെ ഉപയോഗം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സം ഇഫ് ഫംഗ്ഷൻ. The SUMIF function in Microsoft Excel adds the values in a range that meets a specified condition or criteria. എന്താണ് നമ്മൾക്ക് എന്ത് ചെയ്യുക? സം എന്ന് പറഞ്ഞാൽ എന്താ? തുക കാണുക എന്നർത്ഥം അല്ലേ. നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്നൊരു ഫംഗ്ഷൻ അല്ലേ, സം ഫംഗ്ഷൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ സെല്ലുകളുടെ വാല്യൂസ് തുക കാണാനുള്ള ഫംഗ്ഷനാണ് സമ്മ്. പക്ഷേ ഇവിടെ സമ്മിൻ്റെ കൂടെ ഒരു ഇഫ് കൂടെ ഉണ്ട്. ഇഫ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലേ. ഇഫ് എങ്കിൽ തുക എങ്കിൽ, അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ പ്രകാരമുള്ള സെല്ലുകളെ മാത്രം തുക. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ പ്രകാരമുള്ള സെല്ലുകളുടെ വാല്യൂ മാത്രം എന്ത് ചെയ്യും? തുക കണ്ട് നമുക്ക് തരും. അതാണ് സമ്മിഫ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നോക്കൂ, നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്. സം ഇഫ് എന്താണ്? റേഞ്ച്. നമ്മൾ എന്ത് ചെയ്യുക? ഏത് സെല്ലുകളുടെ സമ്മിഫാണ് നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രൈറ്റീരിയ, എന്താണ് കണ്ടീഷൻ. ഓക്കെ, ദെൻ സം ചെയ്യേണ്ട റേഞ്ച്, സം ചെയ്യേണ്ടത് ഏതൊക്കെ സെല്ലിനെയാണെന്ന് വെച്ചാൽ ആ സെല്ലുകൾ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമുക്ക് ഇവിടെ നോക്കൂ, ഐറ്റം സെയിൽ അല്ലേ. ഒരു ഷോപ്പിൽ ഐറ്റംസ് സെയിൽ ചെയ്തതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൗസ്, ലോജിസ്റ്റിക്സ്, ഹാർഡ് ഡിസ്ക്, DVD, വീണ്ടും ലാപ്ടോപ്പ്, മൗസ്, ഡെസ്ക്ടോപ്പ്, മൗസ്. കണ്ടോ, ഇങ്ങനെ പല ആളുകൾക്ക് ഇത്രയും സാധനങ്ങൾ, അതായത് എത്രണ്ണം വീതം സെയിൽ ചെയ്തു എന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണ്, നമ്മളൊരു കണ്ടീഷൻ പ്രകാരം, അതായത് നമുക്ക് എന്ത് ചെയ്യണം? മൗസ് എത്ര എണ്ണം സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സം ചെയ്യണം. മൗസ് എത്ര പ്രാവശ്യം, നമുക്ക് ഇവിടെ മൗസ് ഇവിടെ ഒരു പ്രാവശ്യം സെയിലായിട്ടുണ്ട്, അതേപോലെ മൗസ് ഇവിടെ ഒരു പ്രാവശ്യം സെയിലായിട്ടുണ്ട്, ഇവിടെ ഒരു പ്രാവശ്യം സെയിലായിട്ടുണ്ട്, 3 പ്രാവശ്യം സെയിലായിട്ടുണ്ട്.
അപ്പോൾ മൗസ് സെയിലായിട്ടുള്ളത് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, സമ്മ് കിട്ടണം. അത് എവിടുത്തതാ, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളത്തിലാണ് സം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇക്വേഷൻ കൊടുക്കാൻ പോവാണ്. നോക്കൂ, ഞാൻ ഈ സെല്ലിലാണ് ഇക്വേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ടോട്ടൽ സെയിൽ ഓഫ് ഈച്ച് ഐറ്റം എന്നുള്ള ഈ സെല്ലിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഈക്വൽ എന്താണ്, സം ഇഫ് അല്ലേ, സം ഇഫ്, അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, റേഞ്ച്. റേഞ്ച് എന്നുള്ളടത്ത് നമ്മൾ ഈ ഐറ്റം സെയിൽസിൻ്റെ ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് അല്ലേ. അതിനുശേഷം കോമ. ഇനി നമ്മൾ എന്താണ്, ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ. നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താ, മൗസ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഈ മൗസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കണ്ടീഷനിൽ എന്താ കൊടുക്കുന്നത്, ഡബിൾ കൊട്ടേഷനിൽ MOUSE എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ കണ്ടീഷൻ കൊടുക്കാം, ടെക്സ്റ്റ് കണ്ടീഷനും കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ ഡബിൾ കൊട്ടേഷനിലാണ് മൗസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം കൊമ. ഇനി എന്താണ്, സം ചെയ്യേണ്ടത് ഏത് റേഞ്ചിലുള്ള വാല്യൂസിനെയാണ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഈ റേഞ്ചിലുള്ള വാല്യൂസിനെയാണ് നമുക്ക് സം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ള ആ റേഞ്ചിലുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് H7 മുതൽ H16 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തു. നോക്കൂ, നമുക്കിവിടെ H7:H16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, സം ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഐറ്റത്തിൻ്റെ ഈ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തു, മൗസ് ഡബിൾ കൊട്ടേഷനിൽ അല്ലേ. മൗസ്, ഇതിൽ മൗസ് എന്ന് പറയുന്ന ഐറ്റം അതിനെ മാത്രം നമുക്ക് സം ചെയ്യണം. അപ്പോൾ സം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഈ കോളം സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യാം. നോക്കൂ, 42 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. 42 നോക്കൂ, മൗസ് 42 ഉണ്ടോ നോക്കൂ, 20 ഇവിടെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 10 ഇവിടെ, അപ്പോൾ 30 പിന്നെ ഇവിടെ മൗസ് 12, അപ്പോൾ 42 മൗസ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഐറ്റം വേണം, ലാപ്ടോപ്പ് വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈക്വൽ ദെൻ സം ഇഫ്. ഓക്കെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഐറ്റത്തിൻ്റെ ഈ സെല്ലുകളെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. കോമ, നമ്മുടെ കണ്ടീഷൻ എന്താണ്, ലാപ്ടോപ്പാണ്, അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു, ലാപ്പ് ടോപ്പ്. ഓക്കെ, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, കോമ. ഇനി നമുക്ക് സം ചെയ്യേണ്ടത് ഏത് കോളത്തിനെയാണ്, ഇവിടെ ക്വാണ്ടിറ്റി ആയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഈ കോളത്തിനെയാണ് നമുക്ക് സം ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തു, അതിനുശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. നോക്കൂ, 15 അല്ലേ. നമുക്ക് ലാപ്ടോപ്പ് എത്ര ഉണ്ട് നോക്കൂ, ഇവിടെ 10 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പിന്നീട് ലാപ്ടോപ്പ് ഒരു 5 ഉണ്ട്, 15 അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇനി സെൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടീഷൻ കൊടുക്കുന്നതിന് പകരം, ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ്, മൗസ് എന്നൊക്കെ കണ്ടീഷൻ അവിടെ ഡബിൾ കൊട്ടേഷനിൽ കൊടുത്തതിന് പകരം നമുക്ക് ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐറ്റം നെയിം എന്ന് പറയുന്ന ഒരു ബോക്സ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിനെ വെച്ചിട്ട് വേണം നമുക്ക് സം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഐറ്റത്തിൻ്റെ പേര് മാത്രം മാറ്റി കൊടുത്താൽ അതിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ അതിൻ്റെ ടോട്ടൽ സെയിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് വളരെ ഈസിയാണ്, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈക്വൽ സം ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഐറ്റത്തിൻ്റെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോമ. ഇനി നമുക്ക് കണ്ടീഷനാണ്, നേരത്തെ നമ്മൾ ഡബിൾ കൊട്ടേഷനിലായിരുന്നു അല്ലേ ലാപ്ടോപ്പ് എന്നൊക്കെ കൊടുത്തിരുന്നത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ സെല്ലിൽ എന്താണോ ടെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ആ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് വരും. ഓക്കെ, കോമ. ഇനി ഏതാണ് സം ചെയ്യേണ്ടത്, നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളത്തിന് അല്ലേ, സെലക്ട് ചെയ്ത് കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. നോക്കൂ, ഇവിടെ നമ്മൾ DVD എന്ന് കൊടുത്തിരുന്നു, അത് 55 എന്ന് വന്നിട്ടുണ്ട്. നോക്കൂ, DVD 55 ആണോ നോക്കാം, ഇവിടെ 55 DVD, വേറെ ഒന്നുമില്ല അല്ലേ, ഒറ്റ സെയിലേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് വളരെ ഈസിയാണ്, നമുക്ക് ഓരോന്നിനെയും കണ്ടുപിടിക്കണമെങ്കിൽ ഐറ്റം നെയിം എന്നുള്ളിടത്ത് വന്നിട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡെസ്ക് ടോപ്പ് അറിയണം, ജസ്റ്റ് ഡെസ്ക് ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കൂ, 34. നോക്കൂ, ഡെസ്ക് ടോപ്പ് 20 ഇവിടെ സെയിലായിട്ടുണ്ട്, അതുപോലെ തന്നെ 14 ഇവിടെ സെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണിത് അല്ലേ. അപ്പോൾ നമുക്ക് മൗസ് അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ വേറെ എന്തല്ല ലോജിസ്റ്റിക്സ് ഉണ്ട്, ലോജിസ്റ്റിക്സ്. ഓക്കെ, നോക്കൂ 0. അതെന്തുകൊണ്ടാണ് 0 കാണിച്ചത്, ലോജിസ്റ്റിക്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, സ്റ്റിക്ക് എന്നേ ഉള്ളൂ അല്ലേ. നോക്കൂ, 20 എണ്ണം അല്ലേ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ, ഇവിടെ സ്പെല്ലിങ് തെറ്റിപ്പോയത് കേട്ടോ, ജോയ്സ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ, സോറി.
ലോജിസ്റ്റിക്സ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസിൻ്റെ ഒരു ഇതാണിത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്നാണ്, ജോയ്സ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ. ജോയ്സ്റ്റിക്ക് കുട്ടികളുടെ ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ജോയ്സ്റ്റിക്ക്. ഓക്കെ, കണ്ടോ 20 അല്ലേ. അപ്പോൾ നമുക്കിനി ഇവിടെ ഇങ്ങനെ ഐറ്റത്തിൻ്റെ പേര് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ ടോട്ടൽ സെയിൽ ഓഫ് ഈച്ച് ഐറ്റം എന്നുള്ള ഈ കോളത്തിൽ നമുക്കിത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. മറ്റേത് നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ കൊടുത്തിട്ട് ഓരോന്നോരോന്നോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ സമ്മിഫ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. വൈൽഡ് കാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈൽഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം. വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെ പേര് കൊടുത്തല്ലോ. ആ പേര് കൊടുത്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1-2 ലെറ്റേഴ്സിൽ, ഇപ്പം നമുക്ക് ലാപ്ടോപ്പ് എല്ലിൽ തുടങ്ങുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഐറ്റംസിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കും അതുപോലെ തന്നെ സ്റ്റാറുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്നാണ്. ഒരു സ്റ്റാർ കൊടുത്താൽ എത്രയെങ്കിലും ഏതെങ്കിലും ക്യാരക്ടറിനെ സൂചിപ്പിക്കാനാണ് സ്റ്റാറും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഐറ്റത്തിൻ്റെ പേരൊന്ന് മാറ്റണം. നമുക്ക് എല്ലാ ഐറ്റവും ഒരേ ലെറ്ററിൽ തുടങ്ങുന്ന ഐറ്റംസ് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൗസ്, അതിനായിരുന്നു ഞാൻ ലോജിസ്റ്റിക്സ് എന്ന് കൊടുത്തത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം ലോജിസ്റ്റിക്സ്. ജോയിസ്റ്റിക്ക് മാറ്റിയിട്ട് ലോജിസ്റ്റിക്ക് എന്ന് കൊടുക്കാം കേട്ടോ. ഒരു സാധനം ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോജിസ്റ്റിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ വൈൽഡ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈക്വൽ സം ഇഫ്. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുന്നത് എന്താണ്, സം ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഐറ്റത്തിൻ്റെ ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, കോമ. ഇനി നമുക്ക് എല്ലുകൊണ്ട് തുടങ്ങുന്ന, ഓക്കെ, എല്ലുകൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ ലെറ്ററിൽ എല്ലാവണം, ബാക്കി ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ കൊട്ടേഷനിൽ എൽ എന്ന ക്യാരക്ടർ കൊടുത്തു. അതിനുശേഷം ഇനി എത്ര എണ്ണം ആയാലും കുഴപ്പമില്ല, ഏത് അക്ഷരങ്ങളായാലും കുഴപ്പമില്ല, അതിനെ ഏതാ സൂചിപ്പിക്കുക, സ്റ്റാർ. നോക്കൂ, നമ്മൾ എൽ സ്റ്റാർ എന്ന് കൊടുത്താൽ എന്താ അർത്ഥം, ആദ്യത്തെ അക്ഷരം എല്ല്, പിന്നെ ഏത് അക്ഷരമായാലും കുഴപ്പമില്ല, എത്ര അക്ഷരമായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് നമുക്ക് സം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം കോമ, നമ്മൾ എന്ത് പറയുന്നു, സം ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താവും സംഭവിക്കുക ഇത്രയേ ഉള്ളൂ. എല്ലുകൊണ്ട് തുടങ്ങുന്ന ഐറ്റംസ്, ഇവിടെ എല്ലുകൊണ്ട് തുടങ്ങുന്ന ഐറ്റംസ് ഏതൊക്കെ, ലാപ്ടോപ്പ് ഉണ്ട്, അതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള ലോജിസ്റ്റിക്, ഇങ്ങനൊരു സാധനം നമ്മൾ പുതിയത് ഉണ്ടാക്കിയതാണ്, നമുക്ക് എല്ലുകൊണ്ട് തുടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രൊഡക്റ്റുകളെ മാത്രം സം ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് എൻ്റർ അടിച്ച് നോക്കാം. നോക്കൂ, 35 അല്ലേ. ലാപ്ടോപ്പ് 10 ഇവിടെ ഉണ്ട്, ലോജിസ്റ്റിക്സ് 20 ഉണ്ട്, അപ്പോൾ 30 പിന്നെന്താ ഉള്ളത്, ലാപ്ടോപ്പ് ഒരു 5 കൂടെ, അപ്പോൾ 35. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വൈൽഡ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ സമ്മിഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു യൂസ്ഫുൾ ഫംഗ്ഷനാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം, പല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റോമൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. റോമൻ ഫംഗ്ഷൻ എന്നാൽ റോമൻ ഫംഗ്ഷൻ കൺവേർട്സ് എ നമ്പർ ടു ഇറ്റ്സ് ഈക്വലന്റ് റോമൻ ന്യൂമറൽ റെപ്രസെൻറ്റേഷൻ ആസ് ടെക്സ്റ്റ്. അതായത് നമ്മളൊരു നമ്പർ കൊടുത്താൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റോമൻ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ, നമ്മൾ റോമൻ ലെറ്ററിൽ എഴുതില്ലേ, 1 എന്നൊക്കെ എഴുതാറില്ലേ, 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോമൻ ലെറ്റേഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റോമൻ ഫംഗ്ഷൻ. നോക്കൂ, നമുക്ക് ഇവിടെ നോക്കാം. ഇതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ, റോമൻ നമ്പർ അല്ലെങ്കിൽ സെല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. വെരി ഈസി ആയിട്ട് നമുക്ക് 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ റോമൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ റോമൻ, അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതിനുശേഷം നമ്മൾ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. നോക്കൂ, 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ റോമൻ ലെറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ റോമൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. കണ്ടോ? 2024 റോമൻ നോക്കൂ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് റോമൻ ലെറ്റേഴ്സ് അവൈലബിൾ ആവുക 3999 എന്ന് പറയുന്ന നമ്പർ വരെയാണ് നമുക്ക് റോമൻ ലെറ്റേഴ്സ് അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് റോമൻ ലെറ്റേഴ്സ് അവൈലബിൾ അല്ല. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറിൻ്റെ ഈക്വലൻ്റ് റോമൻ ലെറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മൾ റോമൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് നമ്പർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും ചെയ്യാം കേട്ടോ. ഈക്വൽ നോക്കൂ, നമ്മൾ റോമൻ നമ്മൾ എന്ത് പറയുന്നു 10 എന്നുള്ള നമ്പറിൻ്റെ റോമൻ ലെറ്റർ കിട്ടണം. അപ്പോൾ നമുക്ക് 10 എന്ന് ഡയറക്റ്റ് കൊടുക്കാം, എൻ്റർ ചെയ്യാം. നോക്കൂ, ഇതാണ് റോമൻ ലെറ്റർ 10 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് റോമൻ ലെറ്റർ കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റോമൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഫംഗ്ഷനെ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു നോക്കുക. അടുത്ത പാർട്ടിൽ നമുക്ക് കൂടുതൽ ഫംഗ്ഷനുമായിട്ട് വീണ്ടും വരാം. ഈ ഫംഗ്ഷൻസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ഫംഗ്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.